നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് സേതുവും പല്ലവിയും കൂടെ പൊന്നുമടത്തിലേക്ക് വന്ന് നിൽക്കുവാണ്. ഈ സമയത്ത് ഒരു നിമിഷം പൂർണ്ണിമ ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് നോക്കുന്നത്. അപ്പോഴേക്കും പൂർണ്ണിമയുടെ അടുത്തേക്ക് ഋതു വന്നു. കാരണം ഋതുവും അച്ചു സാധി എല്ലാരും പുറത്തുതന്നെ ഉണ്ടായിരുന്നു. അവർ സിനിമ കാണാൻ പോണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് അവരങ്ങോട്ടേക്ക് വരുന്നത്. ഇന്ദ്രൻ ആ കാര്യമായിട്ട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഇന്ദ്രൻ ഒന്നും അറിയത്തില്ലാതെ മടിച്ചു വെച്ചു. അല്ല, ഇവരുടെ കല്യാണം കഴിഞ്ഞോ അമ്മേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അമ്മേ. കണ്ടില്ലേ, സേതു ആരോടും പറയാതെ പോയി കല്യാണം കഴിച്ചിട്ട് വന്നിരിക്കുന്നേ. ഞാൻ പറഞ്ഞതിന് വല്ല മാറ്റം ഉണ്ടോ നോക്ക്. ഋതു പറഞ്ഞു, ഇതെന്താമ്മേ ആരോടും ഒരു വാക്ക് പോലും പറയാതെ സേതുവേട്ടൻ പല്ലവിയുടെ കഴുത്തിൽ താലി ആർത്തിയോ? 50 പവന്റെ സ്വർണം കൂടെ ഇനി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണോ ഇങ്ങനെയൊരു നീക്കം നടത്തിയത്? എന്താണെങ്കിലും ഇത് നമ്മളെ അപമാനിക്കുന്നതിന് തുല്യവാ. ഋതുവിന്റെ മനസ്സിൽ വേറൊന്നും ആയിരുന്നില്ല. കാരണം താൻ തോറ്റുപോയി എന്നൊരു ചിന്തയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പല്ലവിയെ വെല്ലുവിളിച്ചിട്ട് വന്ന 50 പവന്റെ സ്വർണം കൂടെ ഇല്ലാതെ ഈ കല്യാണം നടക്കില്ല, ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ആ വെല്ലുവിളി താൻ തോറ്റുപോയല്ലോ എന്നൊരു ചിന്തയായിരുന്നു. അതുകൊണ്ടാണ് ഋതുവിന് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, അമ്മേ എന്നാലും അമ്മയോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഇത്തരം വലിയൊരു കാര്യം നടക്കുമ്പോ ഈ കുടുംബത്തിൽ നിന്ന് പോയിട്ട് ഒരു വാക്ക് പോലും പറയാതെ പല്ലവിയുടെ കഴുത്തിൽ താലി ആർത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. എപ്പോഴാണെങ്കിലും പല്ലവിയുടെ കഴുത്തിൽ താലി ആർത്തണം. പക്ഷെ ഇത് കുറച്ച് കടന്നുപോയി. സ്വാതിക്കും അച്ചുവിനും ഒക്കെ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ശ്രീഹരിക്കും. അവരോട് പറഞ്ഞില്ല എന്നുള്ള വിഷമം ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ രണ്ടുപേരും ഒന്നാവണ്ടല്ലേ സേതുവും പല്ലവിയും. അവർക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പോഴേക്കും അച്ചു വന്നിട്ട് പൂർണ്ണിമയോട്, അമ്മ എന്ത് നോക്കി നിൽക്കുക, അവരെ അകത്തേക്ക് വിളിക്കാൻ പറയണ. പക്ഷെ പൂർണ്ണിമ ഒന്നും മിണ്ടാതെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പൂർണ്ണിമയ്ക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. പൂർണ്ണിമ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പൂർണ്ണിമ വിചാരിച്ചോണ്ടിരുന്നെ തന്റെ ഒക്കെ അനുഗ്രഹം മേടിച്ചിട്ടോ അവരുടെ കല്യാണം നടക്കുള്ളൂ. മുഹൂർത്തമൊക്കെ കുറിപ്പിച്ചു വെച്ചിരിക്കുമല്ലേ. പക്ഷെ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ സമയത്ത് സേതുവും പല്ലയും പൂർണ്ണിമയെ നോക്കി. പിന്നീട് പൂർണ്ണിമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, പൂർണ്ണിമാമ ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തില് ഞങ്ങൾക്ക് വിവാഹിതരാകേണ്ടി വന്നു. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അതെ പൂർണ്ണിമാമേ, അങ്ങനെ തീരുമാനം പെട്ടെന്നെടുത്തു. ഞങ്ങൾ ചെയ്തു പോയ തെറ്റാണെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ആരോടും പറഞ്ഞില്ല, ആരെ അറിയിക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ രണ്ടും തമ്മിൽ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്ററും ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരണത്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ഇന്ദ്രൻ വല്ലാത്തൊരു ഞെട്ടലോടുകൂടി നിൽക്കുക. ഇന്ദ്രൻ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലോ അത്. ആ സമയത്ത് പൂർണ്ണിമയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു. പിന്നീട് സേതുവും പല്ലവിയും പൂർണ്ണിമയുടെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കാൻ ചെന്നപ്പോഴത്തേനും പൂർണ്ണിമ പെട്ടെന്ന് ഒരടി പിന്നോട്ട് മാറുവാണ്. അതിനുശേഷം അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് സേതുവും പല്ലവി. അങ്ങനെ അവർ പോയ കൂടത്തിൽ തന്നെ അച്ചു സ്വാതി എല്ലാരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു, എങ്ങനെയുണ്ടാ, നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? നീ ഇവളുടെ കൈയും പിടിച്ച് അല്ലെങ്കിൽ ഇവളുടെ കഴുത്തി താലി ചാർത്തി കഴിഞ്ഞ ഉടനെ നിന്നെ കൈ പിടിച്ച് അകത്ത് കയറ്റുമെന്നോ? ഒരിക്കലും ഇല്ല. എടാ, നിനക്കിനി ഇവിടെ ഒരു വോയിസും ഇല്ല. മര്യാദയ്ക്ക് ഇപ്പൊ ഈ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ഇത് കേട്ടതും സേതു പറഞ്ഞു, അത് നീയല്ലടാ പറയണ്ടേ, പൂർണ്ണാമ പറയണ്ടേ. എടാ, പൂർണ്ണാമയൊക്കെ നിന്നോട് പറഞ്ഞോളൂ. നീ എനിക്ക് ഇനി ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. ഏതെങ്കിലും പെണ്ണിന്റെ കൈയും പിടിച്ച് വന്ന ഉടനെ നിന്നെ അകത്തേക്ക് കയറ്റുമെന്ന് വിചാരിച്ചോ? അപ്പോഴേക്ക് സേതു പറഞ്ഞു, ഇത് ഏതെങ്കിലും പെണ്ണല്ലടാ, എന്റെ ഭാര്യ എപ്പോള്. പിന്നെ ഒരു ഭാര്യ വന്നിരിക്കുന്നു. ഇന്ദ്രന്റെ ഉള്ളു ചുട്ടു കൊള്ളുക. പക്ഷെ അവനിങ്ങനെ അഭിനയിക്കാനല്ലേ പറ്റത്തുള്ളൂ. ആ സമയത്ത് അകത്ത് എന്നിട്ട് അച്ചു പൂർണ്ണിമയോട് പറഞ്ഞു, അമ്മേ അത് എന്താ അമ്മേ, അമ്മ സേതുവേണ്ണെ പല്ലുവേച്ചിനെയും കൂടെ അകത്തേക്ക് വിളിക്കാത്ത എന്താ? അമ്മ എന്താ ഇങ്ങോട്ടേക്ക് പോന്നേ? പൂർണ്ണിമ മറുപടി ഒന്നും പറഞ്ഞില്ല. സ്വാതി പറഞ്ഞു, അമ്മേ അവരെ കൈപിടിച്ച് അകത്തേക്ക് കയറ്റ. അത് മാത്രമല്ല പല്ലുവ ചേച്ചിക്ക് നിലവിളക്ക് കൊടുത്ത് വേണം അകത്തേക്ക് സ്വീകരിക്കാനായിട്ട്. അപ്പോഴേക്കും ബേബി ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. ബേബി ചേച്ചി വന്നിട്ട് പറഞ്ഞു, ആഹാ, സന്തോഷമുള്ളൊരു കാര്യമുള്ള നടന്നിരിക്കുന്നേ. അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് ആഘോഷിക്കണ്ടേ? ഇപ്പൊ തന്നെ സദ്യപടത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താം എന്ന് പറഞ്ഞിട്ട് ബേബി ചേച്ചി അകത്തേക്ക് അങ്ങോട്ട് പോയി. പൂർണ്ണിമ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥ നിൽക്കുക. പൂർണ്ണിമയ്ക്ക് വിഷമമുണ്ട്. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, അമ്മേ എപ്പോഴാണെങ്കിലും പല്ലവി ചേച്ചി ഈ വീട്ടിലേക്ക് വരണ്ടല്ലേ. അപ്പൊ പിന്നെ ഇപ്പം വന്നു നിന്ന് എന്താ കുഴപ്പം? പിന്നെ നമുക്ക് കൂടാൻ പറ്റില്ല, സാരമില്ല. നമുക്ക് റിസപ്ഷനായിട്ട് അതിഗംഭീരമായിട്ട് വെച്ചാ പോരെ. അമ്മ ഒരു കാര്യം ചെയ്യുക, നിലവിളക്ക് എടുത്ത് പല്ലവി ചേച്ചിനകത്തേക്ക് സ്വീകരിക്കുക. അമ്മ സ്വീകരിച്ചില്ലെങ്കിൽ കണ്ടോ, ഞാനാണെങ്കിലും പോയി സ്വീകരിക്കും എന്ന് അച്ചു പറയാണ്. കാരണം പൂർണ്ണിമ സ്വീകരിച്ചില്ലെങ്കിൽ അച്ചു പറഞ്ഞ് താൻ പോയി സ്വീകരിക്കും, തനിക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. സേതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നീട് ഇത്തിരി സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇന്ദ്രൻ ഇങ്ങനെ ഓരോ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞോണ്ടിരിക്കുക സേതുവിനോടും പല്ലവിയോടും. പൂർണ്ണിമ പോയി നിലവിളക്ക് എടുത്തുകൊണ്ട് വന്ന് അവരെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. പല്ലവിയുടെ കൈ വിളക്കം കൊടുത്ത്. ഒരു പക്ഷെ ഇനിയിപ്പം പൂർണ്ണിമ സ്വീകരിച്ചില്ലെങ്കിൽ പോലും സേതുവിനും പല്ലവിയും കയറിപ്പോകാനായിട്ട് ഇടവുണ്ട് പല്ലവിയുടെ വീട്ടിൽ. അത് മാത്രമല്ല, പൂർണ്ണിമയെ സേതു അനാഥരാകാനായിട്ട് ലക്ഷ്മിയമ്മ സമ്മതിക്കില്ല. കാരണം ഇപ്പൊ ലക്ഷ്മിയമ്മ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് സേതുവിന്റെ. അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ഷെൽട്ടർ ഒരുക്കുകയും ചെയ്യും.
ഉം. ഇനിയിപ്പോ സേതുവിന് ഇങ്ങനെ അവസ്ഥ വന്നു, സേതുവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് ഉറപ്പായിട്ടും ലക്ഷ്മിയമ്മ സീരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും ഒരു വീടെടുത്തിട്ടാണെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും. ഇന്ദ്രന് വലിയൊരു അടിയായിരുന്നത്. ഇന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷയല്ല. ഇന്ദ്രനെ വിചാരിച്ചുകൊണ്ടിരുന്ന സേതുവിനും പല്ലവിയെ അവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് ഓർത്താ. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് പാറും വിശ്വമൊക്കെ വരുന്നേ. അവര് വന്നു. അവര് ഗിഫ്റ്റൊക്കെ ആയിട്ടാ വരുന്നേ. അങ്ങനെ ഗിഫ്റ്റും കൂടെ ആയിട്ട് അവര് വന്നപ്പോഴത്തേന് ഇന്ദ്രന്റെ മുഖം അങ്ങ് ചുമന്നു. ഇന്ദ്രൻ പ്രതീക്ഷയല്ലോ. പിന്നീട് പാറു വന്നിട്ട് പറഞ്ഞു, ഇന്ദ്രേട്ടാ സന്തോഷമായില്ലേ? ഒരു മംഗളകർമ്മല്ലേ ഇവിടെ നടന്നിരിക്കുന്നേ. ഇന്ദ്രനാണെങ്കിലും മുഖത്ത് രക്തമില്ലെന്നൊരവസ്ഥ, രക്തമയം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ വിളറി വെളുത്ത് നിൽക്കുവാണ്. അങ്ങനെ അവരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഇന്ദ്രൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ശരിക്കും സമനില തെറ്റിയ പോലെ. എന്തിനു വേണ്ടിയിട്ടാണോ താൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്, ഒരു നിമിഷം കൊണ്ട് അതൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് സേതുവും പല്ലവിയും കൂടെ വിവാഹം കഴിച്ചിരിക്കുന്നത്. പിന്നീടാണ് സേതുവും പല്ലവി ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആരുമില്ലാരും തങ്ങളുടെ വിവാഹത്തിന് വീട്ടിൽ പോലും അറിയിച്ചിട്ടില്ലെന്ന്. അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു, സേതുവേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാന് വീട്ടിൽ പോയി പറയാം, അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ശോഭാമ്മയോടും അതുപോലെ തന്നെ അച്ഛനോടൊക്കെ സംസാരിക്കാതെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം സേതു പറഞ്ഞു, ശരി ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ ശ്രീഹരിയാണ് അവരോട് പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ചെല്ലുന്നത്. അങ്ങനെ ശ്രീഹരിയെ കണ്ടു കഴിഞ്ഞപ്പത്തേന് ശോഭ വെച്ച്, എന്താ മോനെ, എന്തിയാ പാറു, എന്തിയാ പാറിനെ കണ്ടില്ലോ? അത് പിന്നെ അമ്മേ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അത് സേതുവേട്ടന്റെ പല്ലുവേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞെന്നോ? അതെ, അവരുടെ വിവാഹം കഴിഞ്ഞു. ഇത് കേട്ടപ്പം ശോഭയ്ക്ക് 3 മാസം കഴിഞ്ഞ് ഞെട്ടലായിരുന്നു. കുറച്ചു മുമ്പ് ഒരു കുലുക്കൊലാതെ ഇവിടെ രണ്ടുപേരും കൂടെ ഇറങ്ങി പോകുന്നുണ്ടോ. പക്ഷെ ഇങ്ങനെ വിവാഹം കഴിയുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശോഭ പറഞ്ഞു, അവള് എന്ത് പരിപാടിയെ കാണിച്ചേ, ആരോട് ഒരു വാക്കുപോലും പറയാതെ. അത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചമ്മേ. അവര് വഴക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. മംഗളകരമായ കാര്യങ്ങളൊക്കെ നടന്നല്ലോ. ഇനിയിപ്പം അവരുമായിട്ട് നമ്മൾ യോജിച്ചു പോയ ചെയ്യുന്നേ. അവരിങ്ങോട്ടേക്ക് വരണ സമയത്ത് അച്ഛനും അമ്മ അവരുടെ ദേഷ്യമൊന്നും കാണിക്കാതെ അവരെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റുകയോ ചെയ്യണ്ടേ. അത് കേട്ടപ്പം 3 മാഷിനും ശോഭയ്ക്കും ഭയങ്കര വിഷമായി. കാരണം അവരുടെ വിഷമം വേറൊന്നുമല്ല, സ്വന്തം മോളുടെ കല്യാണം കൂടാൻ പറ്റിയില്ല, അവളെ കൈ പിടിച്ച് സേതുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റിയില്ല. ശ്രീഹരി പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇനിയാണെങ്കിലും സേതുവിന്റെ കൈ പിടിച്ച് കൊടുക്കാലോ. പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നത്? പിന്നെ ആർഭാടമായിട്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടി കല്യാണം നടത്തുന്നതിലൊന്നും അർത്ഥമില്ലമ്മേ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും ആദ്യത്തെ കല്യാണം എങ്ങനെയായിരുന്നു നടന്നേ? ഇന്ദ്രനുമായിട്ടുള്ള കല്യാണം നടന്നത് എങ്ങനെയാ? എന്നിട്ട് അവസാനം അത് എന്തായി? അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരു ടെൻഷൻ അടിക്കണ്ട. പിന്നെ നല്ലൊരു ജീവിതമല്ലേ പല്ലവി ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്, സേതുവേട്ടനോടൊപ്പം ഉള്ളേ. അതുകൊണ്ട് അതോർത്ത് സമാധാനിച്ചാൽ മതി. പിന്നെ അവർക്ക് ഒത്തിരി അങ്ങോട്ട് വിഷമം തോന്നിയില്ല. കല്യാണം കൂടിയില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അവർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് പല്ലവി ഇങ്ങനെ തീരുമാനം എടുത്തതെന്ന്. കാരണം 50 പവന്റെ സ്വർണം ഉണ്ടാക്കാനായിട്ട് താനും മാഷും കിടന്ന് നെട്ടോട്ട് ഓടും. അതൊരു കാരണവശാലും പാടില്ല എന്ന് കരുതിയിട്ട് മാത്രമാണ് തന്റെ മോൾ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നത്. 3 മാഷിന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം തന്റെ മോൾക്ക് വേണ്ടി തനിക്ക് അത്രയും ചെയ്യാൻ പറ്റിയില്ലോന്ന്. പക്ഷെ ശ്രീഹരി അവരെ ആശ്വസിപ്പിച്ചു. പിന്നീട് അഷ്ടമൂർത്തി എന്നിട്ട് ലക്ഷ്മിയമ്മയോട് കാര്യങ്ങൾ പറയണേ. സേതുവിന്റെയും പല്ലവിയുടെയും വിവാഹം നടന്നത്. അത് കേട്ടുകഴിഞ്ഞപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു, ആഹാ, അത് കൊള്ളാലോ. ഇത്ര പെട്ടെന്നോ? തീയതി മുഹൂർത്തം കുറിപ്പിച്ചു വെച്ചിട്ടല്ലേ ഉള്ളൂ. അതെ, പക്ഷെ അതിനു മുമ്പ് തന്നെ അവര് വിവാഹം കഴിച്ചു. എനിക്ക് തോന്നേ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമായിരിക്കും, അതായിരിക്കും. അല്ലെങ്കിൽ ഒരു കാരണവശാലും അവരിങ്ങനെ ഇത്ര പെട്ടെന്ന് തീരുമാനം എടുക്കത്തില്ല. ചിലപ്പം പല്ലവി പറഞ്ഞിട്ടുണ്ടായിരിക്കും, സ്വർണവും പണവും തന്ന് എനിക്ക് വരാൻ പറ്റില്ലെന്ന്. അതുകൊണ്ടായിരിക്കും സേതു അവളുടെ കഴുത്തിൽ താലി ആർത്തിയത്. ലക്ഷ്മി പറഞ്ഞു, എന്തുകൊണ്ടും നല്ല മികച്ച തീരുമാനം തന്നെയാ. എല്ലാ ഐശ്വര്യങ്ങളും അവർക്കുണ്ടാവും. കാരണം രണ്ടുപേരും ചേരുന്ന ബന്ധമാണ്. പല്ലവി നല്ലൊരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നുള്ളൂ മൂർത്തി. എനിക്ക് അവരെ കാണണമെന്നുണ്ട്, അനുഗ്രഹിക്കണമെന്നുണ്ട്. അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു, അറിയാലോ, ഒരു പക്ഷേങ്കില് ഇവിടെ എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാരമില്ല. എപ്പോഴേലും ക്ഷേത്രത്തിൽ പോകുന്ന സമയത്താണെങ്കിലും എനിക്ക് അവരെ ഒന്ന് കാണണം മൂർത്തി. എന്റെ മക്കളെ എനിക്കൊന്ന് അനുഗ്രഹിക്കണം. അവരുടെ കല്യാണത്തിനെന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊരു സാരിയെ കൊണ്ട് സമ്മാനിച്ചിട്ട് പോയതാ. പക്ഷെ എനിക്ക് കല്യാണം കാണാനോ ഒന്നിനും പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, അവരെ ഒന്ന് കണ്ട് എനിക്കൊന്ന് അനുഗ്രഹിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരമ്മയല്ല ഞാന്. ഇത്രയും കാലം ഒരു ദിവസം പോലും അവനെ ഓർക്കാത്ത ദിവസം എന്റെ മനസ്സിലില്ല. ആ സമയം മൂർത്തി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം ലക്ഷ്മിയമ്മ. ലക്ഷ്മിയമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയാണ്. പിന്നീട് നമ്മൾ കാണുന്ന നല്ല അടിപൊളി ഒരു കാറില് ഒരു പെണ്ണങ്ങനെ വന്ന് ഇറങ്ങുവാണ്. അത് എവിടെ എങ്ങോട്ടാന്നും അറിയത്തില്ല. ഇനിയിപ്പൊ അവളുടെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല. ഇന്ദ്രനാണോ സേതുവാണോ ആരാ ലക്ഷ്യമൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും അവളുടെ വരവ് അത്ര നല്ലതിനുള്ള വരവല്ല. ആർക്കിട്ടുള്ള പണിയായിട്ട് അവള് വരുന്നതെന്നും അറിയത്തില്ല. മേലടുത്ത വീട്ടിലേക്കാണോ പൊന്നും മടത്ത് വീട്ടിലേക്ക് വേണോ എന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണേ. പിന്നെ
രാവിലെ നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരുടെയും കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും വിശേഷങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാതിരിക്കില്ല കേട്ടോ, കാരണം നെറ്റ് വന്ന ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.